പറഞ്ഞിരുന്നു എൻ്റെ ലൈവായിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. എൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, വിളിക്കണ്ട കിട്ടൂല എന്നാണ്. വിളിച്ചിട്ട് എടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പലപ്പോഴും നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്കതിന് സാധ്യമാവില്ല. ഇനി വിളിച്ചാലോ ഇനി എടുത്താലോ പിന്നെ അതിൻ്റെ പിറകെ നടക്കുമ്പോഴേക്ക് നമുക്ക് മുമ്പിൽ കാണുന്ന രോഗികളോടുള്ള ശ്രദ്ധ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ആരോടും ഫോൺ എടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടൊന്നല്ല. അപ്പോൾ ഞാൻ പലരും എനിക്ക് വാട്സപ്പിലൂടെ പല റിസൾട്ടുകളൊക്കെ വിട്ടുതരാറുണ്ട്. അതും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു വാട്സപ്പിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിലേറെയൊക്കെ നമുക്കിപ്പോൾ താങ്ങൂലല്ലോ. ഈ ദിവസം ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ റിസൾട്ടാണ് നമ്മളൊരു സഹോദര തുല്യമായി നമ്മൾ സ്നേഹിക്കുന്ന നമ്മളൊരു സ്വന്തം ഒരു ചങ്ക് വിട്ടു തന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇട്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോത്രോംബിൻ ടൈമും INR-ഉം ആണ് ഇട്ടത്. അപ്പോൾ ഇതെന്താ ഡോക്ടർ എന്നുള്ളൊരു ഞാൻ ചോദിച്ചത്. നമുക്കറിയാം PT INR എന്ന് പറയാം, പ്രോത്രോംബിൻ ടൈമും ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്ന് പറയും. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫങ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. പ്രോത്രോംബിൻ ടൈം അത് 20 സെക്കൻഡാണ് ഈ പെൺകുട്ടിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കൺട്രോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ 13.5 ആണ്. 13.5-നേക്കാളും കുറച്ച് കൂടുതലാണ്. പിന്നെ INR റേഷ്യോ അത് നോർമലായിട്ട് കാണുന്നത് 1 ആണ്, ഇത് 1.6 ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേറെ, അവർ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. വാട്സപ്പിലൂടെയാണല്ലോ ഒരു റിസൾട്ട് വിട്ടത്. ഇത് എങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഇത് കുറച്ച് എലിവേറ്റ് ചെയ്ത് വരാം, കുറച്ച് കൂടാൻ സാധ്യത ചില കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ നോർമൽ പ്രോത്രോംബിൻ ടൈം ഒരു 13.5 സെക്കൻഡാണ് വേണ്ടത്. ഈ പെൺകുട്ടിയത് 20 ആണ്, മറ്റേത് 1 ആണ്. പിന്നെ ചില ആൾക്കാരിപ്പം രക്തം തിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെ കഴിക്കും, വാർഫാരിൻ, ആസ്പിരിൻ. അവർക്കൊക്കെ ഇതിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ടാകും. ഇതിൻ്റെ ഈ വാർഫാരിൻ അല്ലെങ്കിൽ ഹെപ്പാരിൻ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പം ഇത് എന്തൊക്കെ കാരണം കൊണ്ട് ഇത് എലിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഈ ക്ലോട്ടിംഗ് ഫാക്ടറുകളുടെ ഒരു കുറവുണ്ടാകും. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ചെയ്യുന്ന ഫാക്ടറുകളുടെ കുറവ് കൊണ്ട് വേണമെങ്കിൽ ഇത് കുറയാം. ലിവറിൻ്റെ ചില ഡിസ്ഫങ്ഷൻ കൊണ്ട് വരാം. പിന്നെ വൈറ്റമിൻ Kൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് തിന്ന് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസ് കൊണ്ടും വരാം. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇപ്പം മഞ്ഞപ്പിത്തമായിട്ട് കിടക്കുകയാണ്. ഈ INR-ഉം PT ഇത്തിരി കൂടിയത് മഞ്ഞപ്പിത്തം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എങ്ങനെ ഇപ്പം മഞ്ഞപ്പിത്തം ഉണ്ടായിട്ട് ക്ലോട്ടിംഗ് ഫാക്ടറിലും INR-ലൊക്കെ വ്യതിയാനം വരുന്നത്. നമുക്കറിയാം മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റൈറ്റിസ് എന്ന് പറയും. ഇത് ലിവറിൻ്റെ അണുബാധയാണ്. ഇതുണ്ടാവുന്ന സമയത്ത് ലിവറിൻ്റെ ഫങ്ഷൻ ഏതാണ്ടൊക്കെ കുറേ താറുമാറലാവും എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമുക്കറിയാം നമ്മൾ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഫാക്ടറുകളുടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? അത് ലിവറിൽ വെച്ചാണ്. അപ്പോൾ ആ ലിവറിൻ്റെ ഫങ്ഷൻ താറുമാറാവുമ്പം ഈ പ്രൊഡക്ഷനിൽ താറുമാറാവുന്നതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ആ ഒരു സമയത്ത് ഈ PT-യും INR-ഉം കൂടി നിൽക്കുന്നത്. പിന്നെ ഏതൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടറുകളുടെ പ്രവർത്തനം താറുമാറാകുക? ഏതൊക്കെ ഫാക്ടറുകളാണ് താറുമാറിലാകുക? ഫാക്ടർ 5, 7, 9, 10. പിന്നെ മറ്റൊരു രീതിയിൽ കൂടി ഇത് ഇമ്പാക്റ്റ് ചെയ്യാം. വൈറ്റമിൻ Kൻ്റെ പ്രൊഡക്ഷനും ലിവറിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം താറുമാറായിട്ടും വേണമെങ്കിൽ എന്ത് വരാം, ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഈ എന്താ പറയുക, ഈ PT-യും INR-ഉം ഇൻക്രീസ് ചെയ്തെന്ന് വരാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഈ കുട്ടിയുടെ റിസൾട്ടിൽ വളരെ ചെറിയൊരു മൈൽഡായിട്ട് മാത്രമേ എലിവേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിലൊന്നും ആശങ്കപ്പെടാനില്ല. മഞ്ഞപ്പിത്തം മാറുന്നതിനനുസരിച്ച് എന്താവും, അത് നോർമലിലേട്ടായി വരും. അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് തിന്ന് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മെഡിസിൻസോ മറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ പരിശോധിക്കുന്ന ഡോക്ടറുമായിട്ട് ബന്ധപ്പെടേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ബൈ.